നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, അതുപോലെ വിരുന്നുകളിൽ നമുക്ക് സെർവ് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഒരു ബൗളിലോട്ടേക്ക് ആദ്യമേ തന്നെ നമുക്ക് അരക്കപ്പ് അളവിൽ പാലൊഴിച്ചു കൊടുക്കാം. ചെറു ചൂടുള്ള പാലാണ്. 250 ml കപ്പിന് അരക്കപ്പ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് തൈര് വേണം. അപ്പോൾ തൈരിൻ്റെ അളവെന്ന് പറയുന്നത് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തണുപ്പോട് കൂടി ഒരിക്കലും ഉപയോഗിക്കരുത്. തണുപ്പ് മാറിയതിന് ശേഷം മാത്രം വിട്ടു കൊടുക്കുക. അതുപോലെ പിന്നെ ഇതിലോട്ടേക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ തന്നെ പഞ്ചസാര ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂണോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ യോജിച്ച് കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1/4 കപ്പ് അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി മൈദയും കോൺഫ്ലോറൊക്കെ നമ്മുടെ ഈ ഒരു മിക്സുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ബാറ്റർ നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കണം കേട്ടോ. എല്ലാം നല്ലതുപോലെ യോജിച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും മണമില്ലാത്ത എണ്ണ ഉപയോഗിക്കാം. ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, അപ്പോൾ എണ്ണ ഒഴിക്കാൻ മറന്നു പോകരുത്. കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ബാറ്റർ നന്നായിട്ട് യോജിച്ചതിന് ശേഷം മാത്രം അടച്ച് വെച്ച് അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഷുഗർ സിറപ്പാണ്. ഇതിനു വേണ്ടി ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാരയൊക്കെ ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് അലിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാം നന്നായി മിക്സായി നല്ലതുപോലെ തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കണ്ടോ, ഇത് ഒരു അരമണിക്കൂറിന് ശേഷമുള്ളതാണ്. അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ അരമണിക്കൂറൊക്കെ കൊണ്ട് തന്നെ നല്ലതുപോലെ പൊങ്ങി വരും. ഇതിപ്പോൾ ഞാൻ ഓവൻ്റെ ഉള്ളിൽ ലൈറ്റിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നല്ല ചൂടുള്ള എണ്ണയിലോട്ടേക്ക് കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഓരോ തവണയും കൈ ചെറുതായിട്ട് വെള്ളത്തിലൊന്ന് നനച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇനി കൈ കൊണ്ട് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പൂണ് എണ്ണയിൽ മുക്കിയിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. കളറ് മാറി വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മാത്രമേ ഉൾഭാഗവും നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടുള്ളൂ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഇത് ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് കൂടുതൽ സമയം ഡിപ്പ് ചെയ്ത് വെക്കരുത്. ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. അറബിക് സ്പെഷ്യലായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ലുക്കൈമത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് നമ്മുടെ എള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹണി ഒഴിച്ചിട്ടും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഹണി മാത്രം ഷുഗർ സിറപ്പിലിടാതെ ഹണി ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്. എന്തായാലും ഇഷ്ടമാകും. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.